നിയോഗത്താലി. ശ്രീനന്ദ അല്പനേരം അഥർവിന്റെ കരവലയത്തിനുള്ളിൽ തന്നെ നിന്നു. ഇവിടെ നോക്ക് നന്ദ. അവന്റെ ശബ്ദം മാറിയതും ശ്രീനന്ദ മെല്ലെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. ഇനി മേലിൽ ഇങ്ങനെ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞേക്കരുത്, കേട്ടല്ലോ? അഥർവ് തെല്ല് ഗൗരവത്തിൽ പെണ്ണിനെ നോക്കി പറഞ്ഞു. ഇനി ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടാവില്ല. നല്ല ശിക്ഷയായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. നിനക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ. പെട്ടെന്ന് അഥർവ് അങ്ങനെ പറഞ്ഞതും ശ്രീനന്ദ ഒരു ഭയത്തോടെ അവനെ നോക്കി. അവനത് മനസ്സിലാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഇയാൾക്ക് മനസ്സിലായോ? ഇല്ലെന്ന് അവൾ ചുമൽ കൂച്ചി. നന്ദ, ഇനി താൻ ഇതുപോലെ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ. അവളുടെ താഴ്ന്നു പോയ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ തുടർന്നു. ആരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇനി ഇങ്ങനെ നിന്നാൽ ആ നിമിഷം തന്നെ ഞാൻ ഉമ്മ വയ്ക്കും. ഒരു കള്ളച്ചിരിയോടെ അഥർവത് പറഞ്ഞതും ശ്രീനന്ദ വാ പൊത്തി മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിന്നുപോയി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ താൻ തന്നെ തീരുമാനിക്കേ, എന്താ വേണ്ടതെന്ന്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കരഞ്ഞാലും ആ ശിക്ഷ തരുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അഥർവ് അതുകൂടി പറഞ്ഞതോടെ ശ്രീനന്ദ പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് അടർന്ന് രണ്ടടി പിന്നിലോട്ട് മാറി. അഥർവ് അല്പം സീരിയസ് ആയി. പിന്നെ ഇനി മുതൽ താൻ ശ്രദ്ധിച്ചോണം. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് നേരിട്ട് പറയണം. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. തൽക്കാലം നമ്മൾക്കിടയിൽ നമ്മൾ മാത്രം മതി. തന്നെയല്ല, എന്തെങ്കിലും കാര്യങ്ങൾ പരസ്പരം പറയാനുണ്ടെങ്കിൽ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യവും നമുക്കില്ല. ഞാൻ പറയുന്നത് നന്ദയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അഥർവ് ചോദിച്ചതും അവൾ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, മനസ്സിലാവുന്നുണ്ടേട്ടാ. അപ്പോഴെങ്ങനെയാ, പാർവതിയുടെ ഏട്ടനെ കാണാൻ പോവല്ലേ? പെട്ടെന്ന് അഥർവ് ചോദിച്ചതും ശ്രീനന്ദ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. നാളെ ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരാം. നാളെ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി പ്രവീണിനെ കാണാം. ആ പിന്നെ താൻ തൻ്റെ അമ്മാവനെ കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞില്ലായിരുന്നോ? ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരും വഴി നമുക്ക് അമ്മാവൻ്റെ അടുത്തും പോകാം. അഥർവ് അവളുടെ കവളിത്തട്ടി പറഞ്ഞതും അവൾ അവനെ നോക്കി ചെറു ചിരിയോടെ തലകുലുക്കി. അപ്പോൾ നാളെ ഏട്ടൻ ഓഫീസിൽ പോകണ്ടേ? പിന്നെയും സംശയം തീരാത്തതുപോലെ ചോദിക്കുകയാണവൾ. ഓഫീസിൽ പോകണം, പക്ഷേ നാളെ സാറ്റർഡേ അല്ലേ. ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് വരാം. അതാവുമ്പോൾ സൺഡേ മുഴുവനും നമുക്ക് ആര്യൻകുട്ടൻ്റെ കൂടി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. സൺഡേ അവനെയും കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് പോകണം. കുറച്ച് ദിവസങ്ങളായി അവനെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട്. അഥർവ് പറഞ്ഞതും ശ്രീനന്ദയ്ക്കായിരുന്നു കൂടുതൽ സന്തോഷം. അവളുടെ സന്തോഷം തിങ്ങി നിറഞ്ഞ കണ്ണുകളിലേക്ക് അഥർവ് കണ്ണെടുക്കാതെ നോക്കി. ഏട്ടാ, എങ്കിൽ നമുക്ക് സൺഡേ ബീച്ചിൽ പോയാലോ? പെട്ടെന്ന് ഉത്സാഹത്തോടെ അവളത് ചോദിച്ചതും അവനും ഒരു ചിരിയോടെ അവളെ നോക്കി. നന്ദയ്ക്ക് കടൽ കാണുന്നത് അത്രയ്ക്കിഷ്ടാ? അഥർവിൻ്റെ ആ ചോദ്യത്തിൽ ഒരു കുറുമ്പ് നിറഞ്ഞിരുന്നു. പിന്നില്ലേ, എന്ത് രസമാ കടൽ ഇങ്ങനെ കാണാൻ വേണ്ടി. കടല് കാണാനും കടലിലെ വെള്ളത്തിൽ കളിക്കാനും. ഓ, എത്രയും പെട്ടെന്ന് ഒന്ന് സൺഡേ ആയാൽ മതിയായിരുന്നു, ശ്രീനന്ദ ഉത്സാഹത്തോടെ പറഞ്ഞു. അഥർവ് അവളുടെ നിറഞ്ഞ ചിരിയിലേക്ക് അതേ സന്തോഷത്തോടെ നോക്കി നിന്നു. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? പെട്ടെന്ന് അഥർവ് അങ്ങനെ ചോദിച്ചപ്പോൾ കാര്യം എന്തെന്നറിയാതെ അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അധരങ്ങൾ ആ കാരണമായി വിറകൊണ്ടു. കണ്ണുകൾ പിടഞ്ഞു മാറി. അവൻ അടുത്തേക്ക് വരുന്ന ഓരോ നിമിഷവും ശ്രീനന്ദ പിന്നിലേക്ക് അടിവെച്ചടിവെച്ച് പോയിക്കൊണ്ടേയിരുന്നു. താനിത് എങ്ങോട്ടായി പോകുന്നത്? വെറുതെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാതെ പോയി പഠിക്കാൻ നോക്കൂ കുട്ടി. പരീക്ഷയുടെ ടൈം ടേബിളും കിട്ടി, അതും വാങ്ങി കൈവച്ചുകൊണ്ട് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. മര്യാദയ്ക്ക് പഠിക്കണം. ഇനി മുതൽ എല്ലാ ദിവസവും ശ്രീനന്ദയ്ക്ക് എൻ്റെ വക കൂടി ഒരു റിവിഷൻ ഉണ്ടായിരിക്കും. അഥർവത് പറഞ്ഞപ്പോൾ ശ്രീനന്ദ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. ഓ, അതായിരുന്നു കാര്യം. ആശ്വാസത്തോടെ പറയുന്നവളെ നോക്കി നിന്നുപോയി അഥർവ്. പിന്നെ താൻ മറ്റെന്തെങ്കിലും വിചാരിച്ചിരുന്നോ? ഒരു കണ്ണിറക്കി ഒരുതരം വശ്യതയോടെയാണ് അവനത് ചോദിച്ചത്. അവളുടെ മുഖം വീണ്ടും പഴയ പടിയായി. മുഖത്തേക്ക് ചുവപ്പ് എരിച്ചു കയറി. ഏട്ടനൊന്ന് മാറിക്കി, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവൾ അതും പറഞ്ഞ് ഇരു കൈകൊണ്ടും അഥർവിനെ പതിയെ സൈഡിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. അവൾക്ക് പഠിക്കാനായി ഇന്ദിര നൽകിയ റൂമിൽ ചെന്ന് നിന്നു. റൂമിൻ്റെ ഡോറടച്ചു. അത് ചാരി നിന്നിട്ടും ശ്രീനന്ദയ്ക്ക്
കിതപ്പടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ശ്രമപ്പെട്ട് ശ്വാസഗതി നേരെയാക്കി. പതിയെ ബുക്കെടുത്തുകൊണ്ട് ടേബിളിലേക്കിരുന്നു. ആദ്യം പരീക്ഷയ്ക്കുള്ള ടൈം ടേബിൾ ഒരു വലിയ പേപ്പറിലേക്ക് എഴുതി. വൃത്തിയായിട്ടത് അവളുടെ സ്റ്റഡി ടേബിളിന് നേരെ ഒട്ടിച്ചു വെച്ചു. ശേഷം ഏറ്റവും ആദ്യം പരീക്ഷയുള്ള വിഷയമെടുത്ത് പഠിക്കുവാനും തുടങ്ങി. ഓൾറെഡി കുറേയധികം കാര്യങ്ങൾ അവൾ മുന്നേ കൂട്ടി പഠിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കെല്ലാം ഒന്ന് വായിച്ചു വിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതേസമയമാണ് അവളുടെ ഫോണിലേക്ക് പാർവതിയുടെ കോള് വന്നത്. ഹലോ പാറു, എന്താ നീ വിളിച്ചത്? ഏയ്, ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ വിളിച്ചതാ. അമ്മയും അച്ഛനും ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല. കുറച്ച് മുമ്പ് വരെ ഞാനും അവിടെയായിരുന്നു. അപ്പോൾ ഡ്രൈവർ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയതാ. ചേട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? കുഴപ്പമില്ല, വേദനയൊക്കെ കുറവുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ശ്രീനന്ദ ചോദിച്ചതിന് മറുപടിയായി പാർവതി ഓരോന്ന് പറഞ്ഞു. പാറു, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. എന്താ ശ്രീ? നാളെ ഞാനും ഏട്ടനും ഹോസ്പിറ്റലിലേക്ക് വരും. ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരൂ, നിന്റെ ഏട്ടനെ കാണാൻ വേണ്ടി. ആണോ? ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിൽക്കാം ശ്രീ. ഓക്കെ. ഏട്ടനെ ഏത് ഫ്ലോറിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? നീ അതൊക്കെ ഒന്ന് മെസ്സേജ് ഇടണേ. അപ്പം നേരെ അങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ, ശ്രീനന്ദ പറഞ്ഞു. മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് പാർവതി കോൾ കട്ട് ചെയ്തു. ശ്രീനന്ദ പിന്നെയും ഏറെ നേരം അവിടെ ഇരുന്ന് പഠിച്ചു. പഠിച്ച് ടയേർഡായപ്പോൾ കുറച്ചു നേരം പാർവതിക്ക് വേണ്ടിയുള്ള നോട്ട്സ് എഴുതി. അതേസമയം തന്നെയാണ് ഇന്ദിര അവളെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നത്. പതിവ് പോലെ അഥർവിനും ഇന്ദിരയ്ക്കും മാധവനും ആര്യൻകുട്ടനും ഒപ്പമിരുന്ന് ശ്രീനന്ദയും ആഹാരം കഴിച്ചു. ഇന്നെന്തോ ആര്യൻകുട്ടനും വല്ലാത്തൊരു നിർബന്ധമായിരുന്നു. പനിയായതുകൊണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ശ്രീനന്ദയായിരുന്നു അവനെ ഊട്ടിയതും ഉറക്കിയതുമൊക്കെ. അതുകൊണ്ട് ഇന്നും ശ്രീനന്ദ വാരിക്കൊടുത്താലേ ആഹാരം കഴിക്കൂ എന്നൊരു നിർബന്ധത്തിലാണ് കുഞ്ഞിച്ചക്കൻ. അഥർവും അവനോട് ആവുന്നത്ര പറഞ്ഞു. എന്നിട്ടും വാശി പിടിച്ച് ഒരേ ഇരിപ്പാണ്. ആര്യൻ, തനിയെ കഴിക്കൂ, മോനിപ്പോൾ ഓക്കെയല്ലേ? അഥർവ് ആര്യനെ നോക്കി പതിയെ ശാന്തമായിട്ട് ചോദിച്ചു. അല്ല, ഓക്കെ അല്ല, എനിക്ക് ഫുഡ് ആൻറ്റി തന്നാൽ മതി. ആര്യൻ ഇപ്പോഴും പിടിവാശിയിലാണ്. ഇന്ദിരയും മാധവനും ശ്രീനന്ദയും എല്ലാവരും അവരച്ഛനെയും മകനെയും തന്നെ ഉറ്റുനോക്കിയിരിക്കുവാണ്. ഇതിൽ ആരുടെ വാശി ജയിക്കുമെന്നറിയാൻ. ആര്യൻകുട്ടന് വാരിത്തന്നാ പിന്നെ ആൻറ്റിക്ക് കഴിക്കട്ടെ? അഥർവ് നയത്തി ചോദിച്ചു. അത് ആൻറ്റി എനിക്ക് ആഹാരം തന്നു കഴിഞ്ഞിട്ട് കഴിക്കും. ആര്യൻ്റെ മറുപടി വന്നതോടെ അഥർവ് ആയുധം വെച്ച് കീഴടങ്ങി. കുഴപ്പമില്ലേട്ടാ, ഞാൻ അവന് കൊടുത്തിട്ട് കഴിച്ചോളാം. അവരുടെ സംസാരമൊക്കെ കേട്ടിരുന്ന ശ്രീനന്ദ പതിയെ അഥർവിനെ നോക്കിക്കൊണ്ട് ചുണ്ടനക്കി പറഞ്ഞു. താനാണിവനെ വഷളാക്കുന്നത്. അങ്ങനെ ഒടുക്കം ആര്യൻ്റെ വാശി ജയിച്ചു. ശ്രീനന്ദ തന്നെയാണ് അവന് ആഹാരം വാരിക്കൊടുത്തതും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതും. ശേഷം അവനെ കൊണ്ടുവന്ന് പതിയെ ബെഡിലേക്ക് കിടത്തി. അവൾ ബെഡിലേക്കിരുന്ന സമയത്താണ് അഥർവ് റൂമിലേക്ക് വന്നത്. എടോ, താൻ കിടന്നു, എന്നെ വെയിറ്റ് ചെയ്യണ്ട. എനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നാളെ ഹാഫ് ഡേ ലീവല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. താൻ കിടന്നു. ഞാൻ എന്തായാലും ഒന്ന് കിടക്കുമ്പോൾ കുറച്ച് ലേറ്റാവും. അഥർവ് പറഞ്ഞപ്പോൾ തലകുലുക്കിക്കൊണ്ട് ശ്രീനന്ദ ആര്യൻകുട്ടൻ്റെ അടുത്തേക്ക് ചേർന്ന് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് കിടന്നു. മെല്ലെ കണ്ണുകൾ അടച്ചു. പതിയെ അവളുടെ മിഴികൾ ഉറക്കത്തിന് വഴിമാറി. അഥർവ് ഏറെ നേരം ഓഫീസ് റൂമിൽ ചെലവഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അമ്മയും കുഞ്ഞും പോലെ ശ്രീനന്ദയുടെ മാറോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുകയാണ് ആര്യൻകുട്ടൻ. പലപ്പോഴായി കണ്ടിട്ടുള്ള കാഴ്ചയാണെങ്കിൽ പോലും ഓരോ തവണ ആ കാഴ്ച കാണുമ്പോഴേക്കും അഥർവിൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. മനസ്സ് നിറയുന്നത് പോലെ ഒരു ഫീല് ആ സമയം അവനിൽ വന്ന് നിറയും. അല്പനേരം അവരെ ഇരുവരെയും മാറി മാറി നോക്കിയ ശേഷം അഥർവ് പതിയെ ബെഡിൻ്റെ അങ്ങേ തലക്കിലേക്ക് വന്ന് കിടന്നു. അതിരാവിലെ ആദ്യം ഉണർന്നത് എന്നത്തെയും പോലെ അഥർവായിരുന്നു. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ശ്രീനന്ദയെ വിളിച്ചുണർത്തേണ്ട, അവൾ കുറച്ചു നേരം കൂടെ കിടന്നോട്ടെ എന്ന് അഥർവ് കരുതി. അവൻ ഓഫീസിലേക്ക് പോവാൻ റെഡിയായി ഇറങ്ങാൻ തുടങ്ങിയതിനും അല്പസമയം മുമ്പ് മാത്രമാണ് ശ്രീനന്ദ കണ്ണും തിരുമ്മി എഴുന്നേറ്റത്. അവൾ ഉണർന്നു കണ്ടതും അഥർവ് ആ സമയം അവൾ കരുവിലേക്ക് വന്നു. ആ, എഴുന്നേറ്റോ? അഥർവ് ചോദിച്ചു. ഒരുപാട് നേരമായോ ഏട്ടാ?
പിന്നെ ദാ മണി 8 പോകുന്നു. അഥർവ പറഞ്ഞത് കേട്ടതും ശോ, നേരം ഇത്രയായോ? അവളൊരു വെപ്രാളത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും അഥർവ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഇരു ചുമലിലും പിടിച്ച് പതിയെ കട്ടിലേക്ക് ഇരുത്തി. താൻ എന്തിനാടോ ഈ ധൃതി വെച്ച് ഓടാൻ നിൽക്കുന്നത്? പതിയെ സാവധാനം പോയാൽ മതി. പാഞ്ഞു ചെന്നിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. ശ്രീനന്ദ പെട്ടെന്ന് വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. പല്ല് തേച്ച് മുഖം കഴുകി ധൃതിയിൽ ഇറങ്ങി വന്നു. അപ്പോഴേക്കും അഥർവ് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് വേഷം മാറുകയായിരുന്നു. ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങുമെന്ന് ഓർത്തില്ല. ഏട്ടൻ എന്നെ ഒന്ന് വിളിച്ചുണർത്തിക്കൂടായിരുന്നോ? പെണ്ണിന്റെ പരിഭവം വീണ്ടും അവൻ കേട്ടു. നന്ദ അവൾ കിടന്നിരുന്ന ബെഡ്ഷീറ്റ് മടക്കി പില്ലോയുടെ മുകളിൽ വെച്ചുകൊണ്ട് അവനോട് ഓരോന്ന് പറഞ്ഞത്. അതായിപ്പോ നല്ല കഥയായത്. ഇനി ഞാൻ വിളിച്ചുണർത്തിയാ പറയും ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എന്ന്. വിളിച്ചുണർത്തിയില്ലെങ്കിൽ അതും കുറ്റം. അഥർവ് കുറുമ്പോട് പറഞ്ഞതും ശ്രീനന്ദ അവനെയൊന്ന് ഒളികണ്ണിട്ട് നോക്കി. അത് ശരിയാണ്. പഠിക്കാനായി അഥർവ് നേരത്തെ വിളിച്ചുണർത്തുന്ന ദിവസങ്ങളിൽ അവൾക്ക് വല്ലാത്തൊരു മടിയും വാശിയും ഒക്കെയാണ്. ഇന്നിപ്പോ വിളിച്ചുണർത്താത്തതിനായി പരിഭവം. അവൻ ബെഡിലേക്ക് വന്നിരുന്ന ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. അഥർവിന്റെ ആ ഇരിപ്പ് കണ്ടതും ശ്രീനന്ദ പതിയെ റൂമിന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ അവളെ കൈക്ക് പിടിച്ചു വലിച്ച് അവന്റെ മടിയിലേക്ക് ഇരുത്തി. എങ്ങോട്ടാടി ഓടുന്നേ? അടങ്ങിയിരുന്നോണം കേട്ടോ. കാതോരം അവന്റെ നിശ്വാസം വന്ന് അലയടിച്ചു. പിടഞ്ഞുകൊണ്ട് പെണ്ണ് തിരിഞ്ഞവനെ നോക്കി. അവന്റെ താടിത്തുമ്പിൽ അവളുടെ നെറ്റിമുട്ടി. അപ്പോഴേക്കും അവന്റെ വലം കൈ അവളുടെ ഇടുപ്പിൽ മുറുകി. അഥർവിന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്നുള്ളൊരു നീക്കമായിരുന്നു അത്. ശ്രീനന്ദയുടെ മിഴികൾ ഒരു പിടച്ചിലോടെ നീണ്ടത് ആര്യനിലേക്കാണ്. അവൻ സുഖ ഉറക്കത്തിലായതുകൊണ്ട് അതൊന്നും അറിയുന്നില്ല. വിടേട്ട, ആര്യൻകുട്ടൻ ഉണരും. അവളത് പറഞ്ഞതും അഥർവ് അവളെ കുറിച്ചുകൂടി കൂടുതലായിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ശ്രീനന്ദയുടെ മിഴികളിലെ പിടിച്ച് അവളുടെ കൈ രണ്ടും അവന്റെ ഷർട്ടിന്റെ കോളറിൽ ചേർന്നിരിക്കുകയാണ്. തൻ്റെ ഒരു നിശ്വാസത്തിനപ്പുറം ഇരിക്കുന്ന ആ കൊച്ചു പെണ്ണിനെ അഥർവ് ഇമചിമ്മാതെ നോക്കി. പിന്നെ പതിയെ അവളെ പിടിയയച്ചു. ശ്വാസം വീണ് കിട്ടിയതുപോലെ അവൾ ധൃതിയിൽ മുറുക്കി പുറത്തേക്ക് ഓടി. അവളുടെ ആ ഓട്ടവും നോക്കി ചെറു ചിരിയോടെ അഥർവ് ബെഡിൽ അതേ ഇരിപ്പിരുന്നു. നന്ദ, തൻ്റെ മാത്രം നന്ദ, പെണ്ണിനോട് കുറുമ്പ് കാണിക്കരുത് എന്നോർക്കുമ്പോൾ വീണ്ടും വീണ്ടും അവളിലേക്ക് തന്നെ വലിച്ചടുപ്പിക്കുകയാണ്. അതും അവൾ തന്നെ. തുടരും. അടുത്ത പാർട്ട് രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യാം. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.